നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അത്യാധുനിക ചാരവിദ്യയുടെയും സാങ്കേതിക വിദ്യയുടെയും ലോകശക്തിയായ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷാ സേനാംഗങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ രാജ്യത്തെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാം. എല്ലായിടത്തും മൊസാദിന്റെ ചാരക്കണ്ണുകൾ ഇപ്പോഴും പതുങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഒരു ചിത്രമാണ് വാർത്തകളിൽ ഇടം നേടുന്നത്. മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സ്മാർട്ട് ഫോണിന് പുറകിൽ ചുവന്ന ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ജെറുസലേമിലെ ഇസ്രായേൽ പാർലമെന്റായ നെസെറ്റ്സിന്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിൽ വെച്ച് പകർത്തിയ നെതന്യാഹുവിന്റെ ചിത്രങ്ങളാണ് ഈ നിഗൂഢതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. തന്റെ ആഡംബര കാറിന് സമീപം നിന്ന് ഫോണിൽ സംസാരിക്കുന്ന നെതന്യാഹുവിന്റെ കൈവശമുള്ള ഫോണിന്റെ ക്യാമറ ലെൻസുകളും സെൻസറുകളും കട്ടിയുള്ള ചുവന്ന ടേപ്പ് ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു. പ്രശസ്ത പോഡ്കാസ്റ്റർ മരിയോ നൌഫൽ ഈ ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് ഉന്നയിച്ച ചോദ്യം ശ്രദ്ധേയമാണ്. എന്തിനാണ് നെതന്യാഹു തന്റെ ഫോൺ ക്യാമറ ടേപ്പ് ഉപയോഗിച്ച് മറച്ചിരിക്കുന്നത്? അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത്? അമേരിക്കൻ മാധ്യമമായ ഹൈപ്പ് ഫ്രഷ് നൽകുന്ന വിവരമനുസരിച്ച് നെതന്യാഹുവിന്റെ ഫോണിലുള്ളത് സാധാരണ ടേപ്പല്ല, ഇതൊരു ടാമ്പർ എവിഡന്റ് സീലാണ്. അതീവ സുരക്ഷാ മേഖലകളിൽ ഉപയോഗിക്കുന്ന പ്രത്യേക തരം സ്റ്റിക്കറാണിവ. സെൻസിറ്റീവ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിൽ ആരെങ്കിലും അബദ്ധത്തിലോ മനഃപൂർവ്വമോ ഫോട്ടോകൾ എടുക്കുന്നത് തടയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് ഫോണുകളിലെ ക്യാമറകൾ, മൈക്രോഫോണുകൾ, മറ്റ് സെൻസറുകൾ എന്നിവ ഹാക്ക് ചെയ്യപ്പെടാനും രഹസ്യങ്ങൾ ചോർത്താനും ഉപയോഗിക്കപ്പെട്ടേക്കാം. നെറ്റ്സെറ്റിലെ ക്ലാസിഫൈഡ് സോണുകൾ പോലുള്ള സ്ഥലങ്ങളിൽ ചിത്രങ്ങൾ പകർത്തുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വിദേശ ചാര സംഘടനകളോ ഹാക്കർമാരോ സ്പൈവെയറുകൾ ഉപയോഗിച്ച് ഫോൺ ക്യാമറ പ്രവർത്തിപ്പിക്കുന്നത് തടയാനുള്ള മുൻകരുതൽ നടപടിയാണിതെന്നും ക്ലാഷ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ചാര സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. എന്നിട്ടും സ്വന്തം പ്രധാനമന്ത്രിക്ക് സുരക്ഷയ്ക്കായി ഇത്തരം ലളിതമായ മാർഗങ്ങൾ തേടേണ്ടി വരുന്നത് വലിയൊരു വൈരുദ്ധ്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും ആക്ടിവിസ്റ്റുകളെയും നിരീക്ഷിക്കാൻ ഉപയോഗിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന പെഗസസ് സ്പൈവെയർ വികസിപ്പിച്ചത് ഇസ്രായേൽ ആസ്ഥാനമായുള്ള NSO ഗ്രൂപ്പാണ്. 2022 ഇസ്രായേൽ പോലീസ് തന്നെ സ്വന്തം പൗരന്മാരെയും ആക്ടിവിസ്റ്റുകളെയും കോടതി ഉത്തരവില്ലാതെ സ്പൈവെയർ ഉപയോഗിച്ച് നിരീക്ഷിച്ചതായി ആരോപണമുയർന്നിരുന്നു. ദേശീയ സുരക്ഷ മുൻനിർത്തി ചൈനീസ് ആപ്പായ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ളവയ്ക്കും ചില പ്രത്യേക സ്മാർട്ട് ഫോണുകൾക്കും ഇസ്രായേലിൽ കർശന നിയന്ത്രണങ്ങളുണ്ട്. നെതന്യാഹുവിന്റെ ഈ നടപടി ഉയർത്തുന്ന മറ്റൊരു പ്രധാന ചോദ്യം സാധാരണക്കാരുടെ സ്വകാര്യതയെക്കുറിച്ചാണ്. മരിയോ നൌഫൽ നിരീക്ഷിക്കുന്നത് പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ ഫോൺ ക്യാമറ മറക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരുടെ സുരക്ഷയെക്കുറിച്ച് എന്ത് സൂചനയാണ് നൽകുന്നത്? ഡിജിറ്റൽ യുഗത്തിൽ ആരും സുരക്ഷിതരല്ലെന്ന വലിയ പാഠമാണ് ഈ ചുവന്ന ടേപ്പ് നൽകുന്നത്. അത്യാധുനിക സോഫ്റ്റ്വെയറുകൾക്ക് പോലും തടയാനാവാത്ത വിധം ക്യാമറകളിലൂടെയുള്ള ഹാക്കിംഗ് സാധ്യമാണെന്നും അതിനുള്ള ഒരേയൊരു പരിഹാരം ക്യാമറ ഭൗതികമായി മറയ്ക്കുക എന്നത് മാത്രമാണെന്നും നെതന്യാഹുവിന്റെ ഈ പ്രവൃത്തി അടിവരയിടുന്നു. ചിത്രങ്ങൾ വൈറലായതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ പ്രോട്ടോകോളുകളെ കുറിച്ചും ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന സ്പൈവെയർ ഭീഷണികളെ കുറിച്ചും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഗാസയിൽ തടവിലാക്കപ്പെട്ട അവസാന ബന്ദിയായ പോലീസ് ഉദ്യോഗസ്ഥൻ റാൻ ഗിലിയുടെ മൃതദേഹം ഇന്നലെ ഇസ്രായേലിലേക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ അടക്കം സുരക്ഷ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇപ്പോൾ ഒക്ടോബർ 7 നടന്നിട്ടുള്ള ബന്ദികളെ തട്ടിക്കൊണ്ടുപോകലും പിന്നീട് നടന്നിട്ടുള്ള ബന്ദി കൈമാറ്റത്തിലും ഒരുപാട് ആളുകളുടെ മൃതദേഹമാണ് പകരം ഹമാസ് നൽകിയത്. ഇതിൽ ഒക്ടോബർ 7 ആക്രമണത്തിനിടെ ബന്ദിയാക്കപ്പെട്ട മുഴുവൻ പേരെയും ഇസ്രായേലിൽ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ 251 പേരെയാണ് ഗാസയിൽ ബന്ദികളാക്കിയത്. റാൻ ഗിലിയുടെ മൃതദേഹം കൂടി കൈമാറിയതോടെ ഇസ്രായേൽ ധാർമ്മിക ദൗത്യം പൂർത്തിയാക്കിയെന്ന് നെതന്യാഹു പറഞ്ഞു. ഗിലിയുടെ മൃതദേഹം തിരികെ ലഭിച്ചതിന് പിന്നാലെ ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള റാഫ
റാഫ ക്രോസിംഗും തുറന്നു. കാൽനട യാത്രക്കാർക്ക് മാത്രമാണ് ക്രോസിംഗിലൂടെ സഞ്ചരിക്കാനാവുക. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനുള്ള പ്രധാന കവാടമാണ് റാഫ. പലസ്തീനിൽ ശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹം തിരികെ നൽകിയാൽ ഗാസയിലേക്കുള്ള പ്രധാന കവാടം തുറക്കുമെന്ന് നേരത്തെ ഇസ്രായേൽ അറിയിച്ചിരുന്നു. അതിനായി പോലീസ് ഉദ്യോഗസ്ഥനായ റാൻ ഗുലിയുടെ മൃതദേഹം വിട്ടുകിട്ടണമെന്നായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യം. ഇതിന് പിന്നാലെയാണ് അവസാന ബന്ദിയായ ഗുലിയുടെ മൃതദേഹം ഗാസയിൽ നിന്ന് വിട്ടു നൽകിയത്. ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന US പിന്തുണയുള്ള ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ബന്ദികളെ മോചിപ്പിച്ചത്. ഏകദേശം 2 വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിനാണ് വെടിനിർത്തൽ കരാറിലൂടെ ശമനമായത്. എന്നാൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും പാലസ്തീൻ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടർന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ സ്ഥിതികൾ സമാധാനപൂർണമാണെങ്കിലും പലതരത്തിലുള്ള ഭീഷണികൾ ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞൻ രാജ്യം ഇപ്പോഴും നേരിടുന്നുണ്ട്. പക്ഷേ അവരുടെ സൈനിക ശക്തിക്ക് മുന്നിൽ അത് ശത്രു രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കുക അത് അസാധ്യമാണ്. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഈ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ പല ചോദ്യങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇസ്രായേലിൽ കുടുംബങ്ങളെ പുനഃസമാഗമിപ്പിക്കുന്നതിനും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനുമായി മാസങ്ങൾ നീണ്ട പ്രവർത്തനമാണ് റെഡ് ക്രോസ് നടത്തിയത്. ഒക്ടോബർ മുതൽ ഇതുവരെ ഹമാസ് 20 ജീവനുള്ള ബന്ദികളെ വിട്ടയച്ചപ്പോൾ ഇസ്രായേൽ 1808 പാലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു. കൊല്ലപ്പെട്ട 27 ഇസ്രായേൽ ബന്ദികളുടെയും 360 പാലസ്തീനുകളുടെയും മൃതദേഹങ്ങൾ ഇതുവരെ കൈമാറി. ഗാസയിൽ ആരോഗ്യ മന്ത്രാലയം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും പലതും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂട്ടക്കുഴിമാടങ്ങളിലാണ് സംസ്കരിക്കുന്നത്. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഗാസയിൽ പലയിടത്തും ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നു. കിഴക്കൻ ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 2 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. തങ്ങളുടെ സൈനികരെ ആക്രമിക്കാൻ പദ്ധതിയിട്ട തീവ്രവാദിയെ ലക്ഷ്യമിട്ടാണ് കൃത്യമായ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. ഒക്ടോബറിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ 490 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതേ കാലയളവിൽ 4 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സമാധാന പദ്ധതി 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഹമാസ് ആയുധങ്ങൾ താഴെ വെക്കുക എന്ന കടുത്ത വെല്ലുവിളിയാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. ഹമാസ് ഇത് കാലങ്ങളായി എതിർക്കുന്ന കാര്യമാണ്. ഇതിനു പുറമെ ഗാസയിൽ അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിക്കാനുള്ള നിർദ്ദേശം ട്രംപിന്റെ പദ്ധതിയിലുണ്ട്. വെടിനിർത്തൽ ലംഘനങ്ങളെ ചൊല്ലി ഇരുപക്ഷവും പരസ്പരം പഴിചാരുന്നത് തുടരുന്ന സാഹചര്യത്തിൽ സമാധാന കരാറിന്റെ ഭാവി നിർണായകമാണ്.